നമ്മൾ കോലം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം കേട്ടോ. നമ്മൾ ഹൈദരാബാദിൽ രാവിലെ എണീറ്റിട്ട് ഇവരുടെ മുറ്റമൊക്കെ നല്ല വെള്ളത്തിൽ ഇവർ എന്താ പറയുക, മുറ്റമൊക്കെ വെള്ളമൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് കോലം വരയ്ക്കുക കേട്ടോ. എന്താ കണിയില്ല, അമ്മ കോലം വരയ്ക്കുവാണേ, കണ്ടോ. ഒരു ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി കയറുന്നുണ്ട്. ഇവിടെയുള്ള ആളുകളുണ്ടല്ലോ, എല്ലാ വീട്ടിലും സ്ത്രീകൾക്കും ഇത് നല്ല 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 പിന്നെ കോലം ഇടും കേട്ടോ ഇവർ. കണ്ട എത്ര പെട്ടെന്ന് വീട് ശരിക്കും പോയി. കണ്ടോ എത്ര പെട്ടെന്ന് വരച്ച് തീർത്തു. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുക്കി മൂളി എത്ര സമയം ഇരുന്നു. പക്ഷേ ഇത് ഇവർ സ്ഥിരം ചെയ്യുന്നതായതുകൊണ്ട് ഇവർക്കിത് ഭയങ്കര എളുപ്പത്തിൽ തീർക്കൂട്ടെ. ഇവരിത് പെട്ടെന്ന് തീർത്തു. 2-3 പുള്ളി ഇടുന്നതാണ്. അതിൻ്റെ കൂടെ അതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്നലെ ഞാൻ വന്നപ്പോൾ ഇവിടെ മുറ്റത്തുണ്ടായിരുന്നു ഒരു കോലം, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതും അമ്മ വരച്ചാന്നാ പറഞ്ഞേ. നോക്കി എത്ര അമ്മ ആ സർക്കിളൊക്കെ നല്ല ഇതിലങ്ങോട്ട് ഇട്ടു. ഇതൊക്കെ ഇവർ ചെറുപ്പം തൊട്ടേ ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ് അവർ ഇത്ര പെട്ടെന്ന് ഇടുന്നത് കേട്ടോ. നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. അല്ലടി വരക്കണല്ലോ നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത്. ബാക്കി നമ്മൾ എടുക്കുന്നുണ്ടല്ലോ. നമ്മൾ വരയ്ക്കുന്നത് കോൺസെൻട്രേഷൻ ചെയ്യണം ഫസ്റ്റ്. പിന്നെ അത് വരയ്ക്കുന്ന ആളെയും കാണും. പിന്നെ രസമാണ് നോക്കി, എന്ത് രസത്തിലിട്ടേക്കുന്നല്ലേ. എത്ര പെട്ടെന്നാണെന്നറിയോ. ഒരു മിനിറ്റ് കൂടി എടുത്തിട്ടില്ല കേട്ടോ. 1 മിനിറ്റ് കഴിഞ്ഞ് 2 മിനിറ്റ് ഒന്നും ആയിട്ടില്ല. പോണോ എന്ത് രസമല്ലേ. ഇതൊക്കെ കളർ പൊടി മേടിക്കുന്നതായിരിക്കും അല്ലേ? കുങ്കുമമാണ്. ഇതിന് വരക്കാനായിട്ട് പ്രത്യേകം പൊടിയില്ലേ? ഇത് അതെ. ഫിനിഷായോ അമ്മ? നോക്കിയേ എന്നാ രസം. കോലം ഹൈദരാബാദ്. ഇതാണ് അമ്മയാണ് കേട്ടോ വരച്ചത്. കോലം വരയ്ക്കുന്നത് അമ്മയാണ് വരച്ചത്. അപ്പോൾ ഗായ്സ്, ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം.